നിത്യരോഗിയായിരുന്ന എനിക്ക് ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ലാതിരുന്ന എനിക്ക് വചന ശുശ്രൂഷിക്കാൻ തുടങ്ങിയത് കൂടി എൻ്റെ രോഗങ്ങൾ മിക്കവാറും എല്ലാം മാറി എനിക്ക് സാധാരണ പോലെ ആഹാരം കഴിക്കാവുന്നതായി. മറിയമാണ് രക്ഷകന് വഴിയൊരുക്കി അന്ന് തന്നതെങ്കിൽ ഇന്ന് രക്ഷകന് ലോകത്തിലേക്ക് മനുഷ്യരിലേക്ക് വരാനായിട്ട് മറിയ അനിവാര്യമായ ഘടകമാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഉപ്പാണേച്ചൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ആദ്യമായി തന്നെ അറിയേണ്ട ഒരു കാര്യം, അച്ഛൻ എങ്ങനെ ഒരു ഇടവക വികാരിയായിരിക്കെ കേരളത്തിലെ ധ്യാന ശുശ്രൂഷകളിലേക്ക് നവീകരണ രംഗത്തേക്ക് ഒരു അനിഷേധ്യ സാന്നിധ്യമായി അച്ഛനെയും അച്ഛൻ്റെ ശുശ്രൂഷകളെയും ചിറ്റൂർ ധ്യാനകേന്ദ്രത്തെയും ദൈവം എപ്രകാരം തിരഞ്ഞെടുത്ത് വളർത്തിക്കൊണ്ട് വന്നു എന്നതിനെക്കുറിച്ച് തന്നെ ആദ്യം അറിയണമെന്ന് താല്പര്യപ്പെടുന്നു വെച്ചാൽ. മാർട്ടിൻ ചോദിച്ച ചോദ്യം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഏറ്റവും സഹായകരമായൊരു കാര്യമാണ്. കാരണം 15-ാമത്തെ വയസ്സിൽ ഞാൻ സെമിനാരിൽ ചേർന്ന ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ നിത്യരോഗിയായി മാറി. 10 കൊല്ലത്തെ സെമിനാരി പരിശീലന കാലത്ത് ഒരു പകുതി കൊല്ലമെങ്കിലും ഞാൻ ഹോസ്പിറ്റൽ ബെഡിലായിരുന്നു. ഞാൻ വൈദികൻ ആകാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വൈദികനായി. ഞാൻ ചേർത്തലയിൽ ഒരു ഇടവകയിൽ ഇടവക സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പകൽ സമയത്ത്. പെട്ടെന്ന് എനിക്കൊരു പനി വന്ന് കൂടി ഞാൻ കൊളാപ്സ് ചെയ്തു. എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു 12 ദിവസം അവിടെ ഗ്രീൻ ഗാർഡൻസ് ഹോസ്പിറ്റലിൽ എന്നെ കിടത്തി ചികിത്സിച്ചിട്ടും രോഗം നിർണ്ണയിക്കാൻ പറ്റിയില്ല. പിന്നെ എന്നെ ലിസി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് അവിടെ ഏതാനും ദിവസം കിടന്നിട്ടും രോഗം നിർണ്ണയിക്കാൻ പറ്റില്ല. എനിക്കൊരു പ്രതീക്ഷ തോന്നിയത് ഞാൻ മരിക്കാൻ പോവുകയാണ്. മരിക്കുന്നതിന് മുമ്പായിട്ട് നല്ലൊരു കുമ്പസാരം നടത്താൻ വേണ്ടി കരിസ്മാറ്റിക് സെൻറ്റർ എമ്മാവൂസിലേക്ക് ബന്ധപ്പെട്ടു. അവിടെ അച്ഛന്മാരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻ്റ് ആയിരിക്കെ ഒരു സഹായത്തോടെ പോട്ടെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ പനക്കലച്ചനെ കണ്ട് ഒന്ന് കുമ്പസാരിക്കണം, ഒരു ബസ്സിങ് മേടിക്കണം, താമസിക്കാൻ മരിക്കണതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ അവിടെ ചെന്നപ്പോൾ പനക്കലച്ചൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എന്നോട് 1 മാസം അവിടെ നിൽക്കാൻ കൽപ്പിക്കുക. ഒരു ഓർഡറാണ് ഇട്ടത്. ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻ്റാണ് ഞാൻ, എനിക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞ വാക്ക് ദൈവസ്വരായിട്ട് തോന്നി. ഞാനവിടെ താമസിച്ചു. അവിടെ വെച്ച് പിറ്റേ ദിവസം മുതൽ അൾത്താരയിൽ കയറി ഓരോ ചെറിയ ശുശ്രൂഷ ചെയ്യാനായിട്ട് പനക്കലച്ചൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ജീവിതം ആകെ മാറി. പിന്നീട് ഞാൻ ഇടവകയിൽ വന്ന ശേഷം ദൈവവചന ശുശ്രൂഷ ചെയ്യാനായിട്ട് അവസരങ്ങൾ ദൈവം തന്നു. അപ്പോൾ അന്ന് വരെ നിത്യരോഗിയായിരുന്ന എനിക്ക് ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ലാതിരുന്ന എനിക്ക് വചന ശുശ്രൂഷിക്കാൻ തുടങ്ങിയത് കൂടി എൻ്റെ രോഗങ്ങൾ മിക്കവാറും എല്ലാം മാറി എനിക്ക് സാധാരണ പോലെ ആഹാരം കഴിക്കാവുന്നതായി. പിന്നെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിക്കവാറും ഒന്നിടവിട്ടുള്ള ആഴ്ചകളിലൊക്കെ ഓരോ ഇടവകളിൽ പോയി ധ്യാനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ധ്യാനം ഒരു വലിയ ദൈവാനുഭവമായിട്ട് മാറി. ഒത്തിരി പേരുടെ മാനസാന്തരവും രക്ഷയും നേരിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലേക്ക് എന്നെ അഭിമന്യ പിതാവ് അപ്പോയിൻ്റ് ചെയ്തതും പിന്നീട് ഇവിടെ ആ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ പേരും പ്രശസ്തിയിലേക്ക് വന്നുകൊണ്ട് ആയിരങ്ങൾ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരുവാൻ തക്കവിധം അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ മാനസാന്തര അനുഭവത്തിനും അതുപോലെ തന്നെ മനസ്സാന്തരത്തെ തുടർന്നുള്ള ആ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ദാഹത്തോടുകൂടി അനേകരെ രൂപപ്പെടുത്തുന്നതിൽ അന്നും ഇന്നും അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഉടനീളം അച്ഛൻ ഊന്നൽ കൊടുത്തതായിട്ട് കാണുന്നു. അതേക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ? ആരംഭകാലത്തെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്ക് പേര് പോലും നവീകരണ ധ്യാനം എന്നായിരുന്നു. ജീവിതത്തെ ആകമാനം അടിമുടി നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. അപ്പം ആ ഇത് നമ്മളാരും സ്വന്തമായി സ്വീകരിച്ച രീതിയല്ല. അൾത്താരയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് നയിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 549 ഖണ്ഡിക വായിച്ചപ്പോൾ അത് ഒന്നുകൂടെ ഉറപ്പിക്കപ്പെട്ടു. അവിടെ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അവിടുന്ന് നിരവധി അത്ഭുതങ്ങൾക്ക് പ്രവർത്തിച്ചു. പിശാചുക്കളെ പുറത്താക്കി, രോഗികളെ സുഖപ്പെടുത്തി, ആഹാരമില്ലാത്ത ആഹാരം കൊടുത്തു. പക്ഷേ അവിടുന്ന് വന്നത് അതിനു വേണ്ടി ആയിരുന്നില്ല. അവിടുന്ന് വന്നത് മനുഷ്യനെ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് ആ ഖണ്ഡിക അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പാപദാസ്യമാണ് മനുഷ്യനെ എല്ലാവിധ ബന്ധനങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുന്നത്. അപ്പോൾ ഈശോ കുരിശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണ്?
മനുഷ്യവർഗത്തെ പാപത്തിൽ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈശോ കുർബാന അർപ്പിച്ചപ്പോൾ പറഞ്ഞ വാക്കെന്താണ്? നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. അപ്പോൾ യേശുവിൻ്റെ വരവിൻ്റെയും അവിടുത്തെ രക്ഷാകര പ്രവൃത്തികളെ എല്ലാം ഏക ലക്ഷ്യം മനുഷ്യനെ സ്വതന്ത്രനാക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടിമത്തം പാപം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പാപത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുന്നതിനുള്ള സുവിശേഷമാണ് ഈശോ പ്രസംഗിച്ചത്, അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത് അതുതന്നെയാണ്, സഭയുടെ പരമ്പരാഗത പ്രബോധന രീതിയും അതുതന്നെയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഈ ഒരു ഫോക്കസ് മനുഷ്യരുടെ മാനസാന്തരത്തിന് സഹായിക്കുന്ന തരത്തിൽ ശുശ്രൂഷകൾ, അത് ഞാൻ ക്രമീകരിച്ചതല്ല, പരിശുദ്ധാത്മാവ് അങ്ങനെ ക്രമീകരിച്ച് തന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മരിയൻ ശുശ്രൂഷകൾക്കൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആരംഭ കാലഘട്ടങ്ങളിലെ മരിയൻ കൺവെൻഷനുകൾ, ജമാല കൺവെൻഷനുകൾ, മരിയൻ സെനക്കിളുകൾ, അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് എല്ലാം അച്ഛനെ ചിറ്റൂർ ധ്യാനകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തുടങ്ങി വെച്ചതായിട്ട് അറിയുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലം, അതിൻ്റെയൊക്കെ അച്ഛന് കിട്ടിയ ഒരു പ്രചോദനം എന്തായിരുന്നു എന്ന് പറയാമോ? മാതാവിനെ പറ്റി പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം അതൊരു അസുലഭ ഭാഗ്യമാണ്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടും വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം, യേശുക്രിസ്തു വേണ്ടവണ്ണം അറിയപ്പെടാതെ പോയതിൻ്റെ കാരണം അവിടുത്തെ അമ്മയായ പരിശുദ്ധ മറിയം വേണ്ടവണ്ണം പ്രഘോഷിക്കപ്പെടാത്തതാണ്. ഇത് ദൈവശാസ്ത്രപരമായി വളരെ ശരിയാണ്. കാരണം ദൈവം ലോകത്തിൻ്റെ രക്ഷ ആരംഭിക്കാൻ ആദ്യം ചെയ്തത് എന്താണ്? രക്ഷകൻ്റെ അമ്മയെ ഒരുക്കി എന്നുള്ളതാണ്. പുത്രനായ ദൈവത്തിന് ഈ ഭൂമിയിൽ മനുഷ്യ അവതാരം നൽകാൻ പരമപരിശുദ്ധിയായ ഒരു വ്യക്തി വേണം. അതിനുവേണ്ടി ദൈവം പ്രത്യേകം സൃഷ്ടിച്ചൊരുക്കിയ മഹത്വപൂർണ്ണയായ മാതാവ് പരിശുദ്ധ മറിയം ആണ് രക്ഷയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ആലോചിച്ച് നോക്കിയാൽ മതി, മറിയമില്ലായിരുന്നെങ്കിൽ മനുഷ്യ അവതാരം എങ്ങനെ നടക്കും? ഈ മനുഷ്യാവതാരിത ആ ദൈവപുത്രനെ ഒരു ബലിയാടായി ഒരുക്കിയെടുക്കാൻ മറിയത്തിൻ്റെ പങ്ക് എത്രയോ നിർണായകമായിരുന്നു. മാത്രവുമല്ല, ഈശോയുടെ പീഡാനുഭവങ്ങളിൽ ഈശോയുടെ കൂടെ നിന്ന് അതെല്ലാം ആന്തരികമായി സഹിച്ച് ഈശോയുടെ ബലിയോട് തൻ്റെ ആത്മബലി പൂർത്തിയാക്കിയ മറിയത്തെ എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും? അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കരുത്. ദൈവം രക്ഷയുടെ വേല ആരംഭിച്ചത് പുത്രനായ ദൈവത്തെ അയക്കുന്നതിന് മുമ്പ് മറിയത്തെ അയച്ചുകൊണ്ടായിരുന്നതുപോലെ സഭയുടെ സുവിശേഷ വേലകളുടെ മുൻപന്തിയിൽ മറിയം തന്നെ നിൽക്കണം. കാരണം മറിയമാണ് രക്ഷകന് വഴിയൊരുക്കി അന്ന് തന്നതെങ്കിൽ ഇന്ന് രക്ഷകന് ലോകത്തിലേക്ക് മനുഷ്യരിലേക്ക് വരാനായിട്ട് മറിയ അനിവാര്യമായ ഘടകമാണ്. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം, മറിയം എവിടെയെല്ലാം പ്രത്യക്ഷപ്പെടും അവിടെയെല്ലാം ഏറ്റവും വലിയ സുവിശേഷങ്ങൾ നടക്കുകയാണ്. ഈ ലോകത്തെ എല്ലാ ആനുകൂല്യന്മാരും പ്രസംഗിച്ചാലും വരുന്ന മാറ്റത്തേക്കാൾ അനേകമടങ്ങ് മാറ്റം മാതാവ് ഒരിക്കൽ മാത്രം കാലുകുത്തിയ ഫാത്തിമ, മജ്ഗോരി, ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കോടാനുകോടി മനുഷ്യർ മാനസാന്തരപ്പെട്ടിട്ടുണ്ട് ഇതിനകം. എന്തുകൊണ്ടാണ്? ഈശോയെ മാതാവ് അവിടെ ഉയർത്തിപ്പിടിക്കുകയാണ്. വരുന്നവരെല്ലാം ഈശോയിലേക്ക് തിരിയുകയാണ്, മാനസാന്തരപ്പെടുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സഭ പഠിപ്പിക്കുന്ന പോലെ ലൂമൻ ജൻസിയും എന്ന രേഖയിൽ രണ്ടാമത്തേക്ക് സൂനോസ് പഠിപ്പിക്കുകയുണ്ടായി. മാതാവിനോടുള്ള ഭക്തിയുടെ ഉദ്ദേശം യേശു കൂടുതലായി അറിയപ്പെടുക, യേശു കൂടുതലായി സ്നേഹിക്കപ്പെടുക, യേശു കൂടുതലായി മഹത്വീകരിക്കപ്പെടുക, പരിശുദ്ധ ത്രിത്വത്തിന് പരമാരാധനയും പുകഴ്ചയും നൽകപ്പെടുക. അപ്പം മാതാവ് ഒരു മാർഗമാണ് ഈശോയിലേക്കും പരിശുദ്ധ ത്രിത്വത്തിലേക്കും. അതുപോലെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രക്ഷയ്ക്കുള്ള വഴികാട്ടിയും ദീപസ്തംഭവുമാണ്. അതുകൊണ്ടാണ് മാതാവിനെ പറ്റി കൂടുതൽ ഊന്നൽ കൊടുക്കാനായിട്ട് ഇടയായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ അബൈഡ് എന്ന, എനിക്ക് തോന്നുന്നു 96-98 കാലഘട്ടങ്ങളിലെ ഷാലോ മീറ്റിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിലാണ് ഞങ്ങളെല്ലാം അച്ഛനെക്കുറിച്ചും ചിറ്റൂരിനെക്കുറിച്ചൊക്കെ കുറേ അറിയുന്നത്. അന്ന് ഷാലോ മീറ്റ് എന്നുള്ള പേരിൽ യുവജനങ്ങൾക്ക് വേണ്ടി നടന്ന ശുശ്രൂഷ, പിന്നീട് കുറച്ച് നാളത്തെ അമേരിക്കയിലെ വാസമെല്ലാം കഴിഞ്ഞ് വന്ന അച്ഛൻ ഇവിടെ അബൈഡ് എന്ന പേരിൽ തുടങ്ങി. ഇന്നിപ്പോൾ ഈ 12-13 വർഷമെങ്കിലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. 70 അബൈഡ് ശുശ്രൂഷകൾ നടന്നതിൽ 10,000-കണക്കിന് ചെറുപ്പക്കാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നവരും ബന്ധപ്പെടുന്നവരും എല്ലാം അബൈഡ് അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് പങ്കുവെക്കുന്നത് കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ചും അതിലെ ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഉള്ള അനുഭവങ്ങളെന്ന് പങ്കുവെക്കാമോ? 2014 ചിറ്റൂർ ധ്യാനകേന്ദ്രം ആരംഭിച്ച യുവജനജാത്തിൻ്റെ പേരാണ് അബൈഡ്. ആ പേര് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എടുത്തിട്ടുള്ളതാണ്.
അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആ വാക്ക് കൃത്യം കിട്ടും. ആസ് എ ഫാദർ ഹാസ് ലവ്ഡ് മീ, സോ ഹാവ് ഐ ലവ്ഡ് യു, അബൈഡ് ഇൻ മൈ ലവ്. ശിഷ്യന്മാർ ഈശോയുടെ വേർപാടിൽ അതീവ ദുഃഖിതരായി വിലപിക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, അല്ലെങ്കിൽ നിലനിൽക്കുവിൻ. നമ്മുടെ യുവതി യുവാക്കന്മാർ ഏറ്റവും നല്ലവരാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ചെറുപ്പക്കാരെ പറ്റി, കൗമാരക്കാരെ പറ്റി എല്ലാം മാതാപിതാക്കൾ ഒരുപാട് ഭാരപ്പെടുകയും ആകുലപ്പെടുകയും ഒത്തിരി പേര് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ യുവാവിലും യുവതിയിലും ഒരു വിശുദ്ധനാകാനുള്ള സാധ്യത 100% ഉണ്ട്. ഒരു വിശുദ്ധനാകാനുള്ള സാധ്യത 100% ഓരോ യുവാവിലും യുവതിയിലുമുണ്ട്. അവരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയാണെങ്കിൽ സംഭവിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 10:21 നമ്മൾ വായിക്കുന്ന ഒരു വിസ്മയകരമായ കാര്യമുണ്ട്. അതിങ്ങനെയാണ്, ധനികനായ യുവാവ് യേശുവിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? എന്നിട്ട് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഈശോ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അത് മർക്കോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിന് അവനോട് സ്നേഹം തോന്നി. അങ്ങനെ ഒരു പ്രസ്താവന വേറെ ബൈബിൾ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. യേശുവിന് അവനോട് സ്നേഹം തോന്നി. അപ്പം ആ യുവാവിനോട് യേശുവിന് ഒരു പ്രത്യേക സ്നേഹം. എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ഓരോ യുവാവിലും യുവതിയിലും കർത്താവ് വലിയൊരു സാധ്യത കാണുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, ദൈവജനത്തെ സ്നേഹിക്കുന്ന വിശുദ്ധരായ മക്കൾ അതിൽ നിന്ന് രൂപപ്പെടും. അതുകൊണ്ട് എബൈഡിൻ്റെ ആദ്യകാലമുള്ള ലക്ഷ്യം യുവതി യുവാക്കന്മാരെ, പ്രത്യേകിച്ച് 18 വയസ്സിന് മുകളിലേക്കുള്ള ചെറുപ്പക്കാരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈശോ അവരെ അത്യധികമായി സ്നേഹിക്കുന്നുവെന്ന ആഴമേറിയ ബോധ്യമാണ് അവർക്ക് ഈ ധ്യാനത്തിൽ വെച്ച് കിട്ടുന്നത്. അതുകൊണ്ട് പിന്നെ അവർ ഈശോയുടെ ഒരു പ്രേമത്തിൽ വീഴുകയാണ്, ഈശോയുടെ സ്നേഹബന്ധത്തിലേക്ക് ലയിച്ചു കയറുകയാണ്. പിന്നെ പിന്മാറാൻ പറ്റാത്ത തരത്തിലൊരു ബന്ധം ഈശോയുമായിട്ട് ഉണ്ടാകുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണത്. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ 2014 മുതൽ ഇപ്പോൾ 94ാമത്തെ അബൈഡാണ് നടക്കാൻ പോകുന്നത്. ഒക്ടോബർ 1 മുതൽ മെയ് ആകുമ്പോൾ അബൈഡിൻ്റെ ശതാബ്ദിയാകും. ഈ കഴിഞ്ഞ ഒരു 2 ലക്ഷത്തിലധികം യുവതി യുവാക്കന്മാർ കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ചിട്ടുണ്ട് ധ്യാനങ്ങളിലൂടെ. അതിനുമുമ്പ് മാർട്ടിൻ സൂചിപ്പിച്ചതുപോലെ 97 മുതൽ ഷാലോം മീറ്റ് എന്ന പേരിൽ അന്നും യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളും കൺവെൻഷനുകളും നടത്താറുണ്ടായിരുന്നു. അനേക ഇടവകകളിൽ യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ധ്യാനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കോളേജ് ക്യാമ്പസുകളിലും ധ്യാനം നടത്തുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇതാണ്, പ്രിയപ്പെട്ടവരെ, സഭ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള മെത്രാന്മാരുടെ പ്രത്യേക സിനഡിൽ ഒരു വാക്ക് അവിടെ പറയുകയുണ്ടായി, യുവതി യുവാക്കന്മാരെ നമ്മൾ അനുധാവനം ചെയ്യണം, അവരെ അനുഗമിക്കണം, അവരെ കുറ്റക്കാരായി തെറ്റുകാരായി ചിത്രീകരിച്ച് മാറ്റി നിർത്തരുത്, മറിച്ച് അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ നടന്ന് അവരെ കർത്താവിലേക്ക് ആനയിക്കണം. അവരെപ്പോലെ കർത്താവിനെയും സഭയെയും ശുശ്രൂഷിക്കാൻ മറ്റൊരു പ്രായക്കാർക്ക് സാധ്യമല്ല. അതിന് മാത്രം ആത്മാർത്ഥത അവരുടെ ഉള്ളിലുണ്ട്. ഞാനിത് എന്ന് അനുഭവിക്കുന്നു. ഈ ധ്യാനകേന്ദ്രം നടന്ന് മുന്നോട്ട് പോകുന്നത് യുവതി യുവാക്കന്മാരെ കൊണ്ട്. ഇവിടുത്തെ എല്ലാ പേഴ്സണും യൂത്താണ്. ഈ യൂത്ത് പേഴ്സൺ ഇവിടെ ഇല്ലെങ്കിൽ ഈ ധ്യാനകേന്ദ്രം പൂട്ടേണ്ടി വരും. അപ്പോൾ അവർ അബൈഡ് മാത്രമല്ല, ധ്യാനത്തിലെ ആത്മീയമായ എല്ലാ കാര്യത്തിലും മുമ്പതി നിൽക്കുന്നത് ഇതുപോലെ പരിശീലനം കിട്ടിയ യൂത്ത് ലീഡേഴ്സാണ്. അതുകൊണ്ട് എല്ലാവരും യുവജനങ്ങളുടെ രക്ഷയ്ക്കും മുൻഗണന കൊടുക്കണം. അവരെ നവീകരിക്കാൻ വേണ്ടി ധ്യാനങ്ങൾ നടത്തണം, ശുശ്രൂഷ നടത്തണം, അവരെ കർത്താവ് ചേർത്ത് നിർത്തണം. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ യൂറോപ്പിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ദേവാലയങ്ങൾ, ഇടവകളെല്ലാം ശൂന്യമായി പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ജോസഫ് പാണിയച്ചൻ്റെ ധ്യാനം കൂടി കടന്നുപോയ അനേകരെ ഞാൻ എൻ്റെയും ശുശ്രൂഷ മേഖലകളിൽ പലയിടങ്ങളിലും കണ്ടുമുട്ടും. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ആത്മീയ നവീകരണ ജീവിതത്തിലുള്ള നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ, ആത്മാക്കളുടെ രക്ഷയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടിയുള്ള ദാഹത്തിൻ്റെ കാര്യത്തിലെല്ലാം അവർക്ക് ഒരു അടിസ്ഥാനമിട്ടത് ഇവിടെ അച്ഛൻ്റെ ശുശ്രൂഷകളായിരുന്നുവെന്ന് പലരും പങ്കുവെക്കാറുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ? സ്നാപക യോഹന്നാൻ്റെ പ്രസംഗത്തിലെ ഒരു ഊന്നൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നതായിരുന്നു. ഇന്ന് കേരളത്തിൽ ധ്യാനം കൂടാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ലോകത്ത് ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ദേശമില്ല. എത്രയോ ധ്യാനങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ധ്യാന ഗുരുക്കന്മാരും. ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ഒരു കാര്യം, ധ്യാന ചൈതന്യത്തിൽ ജീവിക്കുന്നത് വേറൊരു കാര്യം. ധ്യാനത്തിൽ എല്ലാവരും തന്നെ ആവേശത്തോടെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ധ്യാന ചൈതന്യത്തിൽ ജീവിക്കാൻ പലർക്കും സാധിക്കുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വീഴ്ച വന്നിരിക്കുന്നത്. അപ്പോൾ ധ്യാന ചൈതന്യത്തിൽ ജീവിക്കാൻ എങ്ങനെ സാധിക്കും? അതിന് തുടക്കം മുതലേ ആത്മീയ ഗുരുക്കന്മാരെന്ന് ഞാൻ പരിശീലിച്ചതും ഞാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നതും അതിരാവിലെയുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. മർക്കോസ് 1:35 നമ്മൾ വായിക്കുകയാണ്, യേശു അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഒരു പ്രാർത്ഥനയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. യേശു ദൈവമായിരിക്കെ അതിരാവിലെ ഉണർന്ന് മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന, തൻ്റെ പിതാവുമായുള്ള സംഭാഷണം. അപ്പം ആ മോഡലിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആ ഫോർമാറ്റ് വെച്ചുകൊണ്ട് ഒരു 8 ഘട്ടത്തിലുള്ള ഒരു പ്രാർത്ഥന ഇവിടെ പഠിപ്പിക്കാറുണ്ട്. അതിലൂടെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തൊരു അനുഭവം ഉണ്ടാകും. 1 മണിക്കൂർ കൊണ്ട് 5 ദിവസം ധ്യാനത്തിൽ കൂടിയതിൻ്റെ ഒരു പുനരനുഭവം, ഒരു ആവർത്തന അനുഭവം ഈ 1 മണിക്കൂറിനകത്ത് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന നയിച്ചിട്ടാണ് പിന്നീട് ദേവാലയത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോകുന്നതും മറ്റ് ദിനകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതും. അപ്പം അങ്ങനെ ദിവസവും പ്രാർത്ഥിച്ചു പോകുന്ന വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ അടിക്കടി ക്രമമായി വളരാൻ സാധിക്കും. ഇവിടുത്തെ പ്രേക്ഷിതരെല്ലാം വളരെ കർക്കശമായി ഞങ്ങൾ പരിശീലിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകുന്ന ഒത്തിരി പേരുണ്ട്, എന്നും കുർബാനയ്ക്ക് പോകുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവരുടെ പലരുടെയും ജീവിതത്തിൽ വ്യത്യാസം കാണുന്നില്ല. അത് കുർബാനയുടെ കുഴപ്പമില്ല, കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. പക്ഷേ കുർബാനയ്ക്ക് മുമ്പ് വ്യക്തിപരമായ പ്രാർത്ഥന നടത്തി തന്നെ ഒരുക്കാതെ കുർബാനയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കുർബാനയുടെ ഫലം നമുക്ക് കിട്ടാതെ പോവുകയാണ്. അപ്പോൾ ഈശോ കാണിച്ച മാതൃകയ്ക്ക് അപ്പുറത്തേക്ക് നമുക്കൊന്നും ഇല്ല. അതുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട് എപ്പോഴും ഊന്നൽ കൊടുത്ത് പരിശീലിപ്പിക്കുന്നത് 1 മണിക്കൂർ എങ്കിലും അതിരാവിലെ എഴുന്നേറ്റിരുന്ന് തനിച്ച് കർത്താവിനോട് സംഭാഷിക്കുക. അതെങ്ങനെയാണ്, അതിൻ്റെ രീതി ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളിലും അതിൻ്റെ ഘടന കൊടുത്തിട്ടുമുണ്ട്. ഇതാണ് അതേപ്പറ്റി പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ മാതാവിനുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ. ധ്യാനം കഴിഞ്ഞ് പോകുന്നവരെ നിർബന്ധമായും മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് പ്രോത്സാഹിപ്പിക്കും. കാരണം ധ്യാനത്തിന് 2 ഭാഗമുള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ട്. 1-ാം ഭാഗം ധ്യാനം താമസിക്കാൻ 5 ദിവസം ശുശ്രൂഷ. 2-ാം ഭാഗം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് 40 ദിവസം നീണ്ടു നിൽക്കുന്ന മരിയൻ പ്രതിഷ്ഠ. 33 ദിവസം മരിയൻ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കം, 34-ാം ദിവസം മരിയൻ പ്രതിഷ്ഠ, പിന്നീട് 6 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൃതജ്ഞതാ ശുശ്രൂഷ. അങ്ങനെ അനേകരും മരിയൻ പ്രതിഷ്ഠ ഒരു തവണയല്ല, ധ്യാനം കൂടി അന്ന് മുതൽ ഇപ്പോൾ വരെ നിർത്താതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും വീണുപോകാൻ സാധ്യമല്ല. കാരണം മാതാവിൻ്റെ കരങ്ങൾ അവർ താങ്ങപ്പെടും. അപ്പോൾ 2 കാര്യമാണ്. ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥന, ഒന്നും അതിരാവിലെ 1 മണിക്കൂർ, മറ്റൊന്ന് മരിയൻ പ്രതിഷ്ഠ. ഇത് 2ഉം തുടരുന്നവർക്ക് വീഴ്ച വരികയില്ലെന്നാണ് അനുഭവത്തിൽ നിന്ന് കണ്ടിരിക്കുന്നത്. ആത്മീയ വായന വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ ജീവിതത്തിൽ. ആദ്യകാല ആത്മീയ ഗുരുക്കന്മാരെല്ലാം നിർദ്ദേശിക്കുന്ന ഒന്നാണ് ജ്ഞാനവായന. നമ്മൾ ധ്യാനത്തിൽ പങ്കെടുത്തു, പ്രബോധനങ്ങൾ കേട്ടു പോയി, പിന്നീട് നമ്മുടെ മനസ്സിൽ നിന്ന് മറിഞ്ഞു പോകും. പക്ഷേ അടിസ്ഥാന വിഷയങ്ങളെപ്പറ്റി നമ്മൾ പിന്നെയും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അടുത്ത കാലത്ത് കർത്താവ് തന്നൊരു പ്രചോദനമാണ് ഈശോയെ പറ്റി മാത്രം ഒരു പുസ്തകം. ഒത്തിരി പേർക്ക് ഈശോ ആരാണെന്ന് പോലും കൃത്യമായ അറിവില്ലെന്ന് കഴിഞ്ഞ 10-35 വർഷങ്ങളിലെ ധ്യാനത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എന്നെ വളരെയേറെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. തന്നെയല്ല, നമ്മുടെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി മറ്റുള്ളവർ ഈശോ ദൈവമല്ല പ്രവാചകനാണെന്ന് പറയുമ്പോഴും നമ്മുടെ ആൾക്കാർക്ക് അതിൽ യാതൊരു ദുഃഖം തോന്നാറില്ല. അത് അതേപടി അങ്ങ് സ്വീകരിക്കുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം ചെറുപ്പക്കാർ ഒത്തിരി പേര് ഓൺലൈനിലൂടെയെല്ലാം ഈശോയിലുള്ള വിശ്വാസം വിരുദ്ധമായ ചിന്തകൾ സ്വീകരിക്കുന്നുമുണ്ട്. അത് പശ്ചാത്തലത്തിൽ ഈശോ സത്യദൈവമാണ്, ലോകത്തിന് മുഴുവൻ രക്ഷകനാണെന്ന് വ്യക്തമാക്കുന്ന, തെളിയിക്കുന്ന പ്രബോധനങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ആ പുസ്തകം എഴുതുവാനായിട്ട് ദൈവം കൃപ തന്നത്. ആ പുസ്തകത്തെപ്പറ്റി എനിക്ക് അത് എല്ലാവരും വായിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം സത്യവിശ്വാസത്തിൻ്റെ ഏറ്റവും കേന്ദ്ര രഹസ്യമാണ് ഈശോ ദൈവമാണ്. നമ്മൾ മാമൂസ സ്വീകരിക്കുമ്പോൾ സീറോ മലബാർ റീത്തിൽ മാമൂസ ക്രമത്തിൽ 3 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മാമൂസ മുക്കുന്നതിന് ഒരുക്കമായി. 1, നീ പിശാചിനെ ഉപേക്ഷിക്കുന്നു. 2, നീ പാപം ഉപേക്ഷിക്കുന്നു. 3, യേശുവിനെ ദൈവമായി സ്വീകരിക്കുന്നു.
അപ്പോൾ യേശുവിനെ ദൈവമായി സ്വീകരിച്ചവർക്ക് മാത്രം നൽകേണ്ട കൂദാശയാണ് മാമോദീസ. ആ മാമോദീസ മുങ്ങിയവരാണ് എല്ലാവരും എങ്കിലും ഈശോ ദൈവമാണെന്ന് ഭൂരിപക്ഷം പേർക്കും അറിയാൻ പാടില്ല, അല്ലെ ബോധ്യമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇത് അടിസ്ഥാന വിഷയമാണ്. അതേപ്പറ്റി ധ്യാനങ്ങളിലും ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ കൂദാശകളെപ്പറ്റി, വിശുദ്ധ കുർബാനയെപ്പറ്റി, വിശുദ്ധ കുമ്പസാരത്തെപ്പറ്റി ഒക്കെയുള്ള പ്രബോധനങ്ങൾ ധാരാളം ആവശ്യമുണ്ട്. അതിനുള്ള പുസ്തകങ്ങളെല്ലാം ഇവിടുന്ന് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ജപമാലയെ പറ്റിയുള്ള പ്രബോധനങ്ങൾ, അതുപോലെ ജീവരക്ഷ എന്നൊരു സുവിശേഷ മാസികയുണ്ട്. സുവിശേഷം ലളിതമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അത് ലാഭേച്ഛയൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ പുസ്തകങ്ങളും പ്രസിദ്ധപ്പെടുത്തുന്നത് ചിലവാകുന്ന പണം മാത്രം വാങ്ങുന്ന തരത്തിലാണ് എൻ്റെ വിലയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്.